നമസ്കാരം, ആരോ വിഷനിലേക്ക് സ്വാഗതം. രാജ്യം നടുങ്ങിയ തമിഴ്നാട്ടിലെ കരൂർ അപകടം. ഈ അപകടത്തിൽ സാധാരണക്കാരും നിരപരാധികളുമായ 41 ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതിൽ കേവലം 1.5 വയസ്സുകാരനും പെടുന്നു എന്നുള്ളത് കണ്ണീരിന്റെ ആഴം കൂട്ടുന്നു, ദുഃഖത്തിന്റെ ആഴം കൂട്ടുന്നു. എന്നാൽ ഇത് കേവലം ഒരു അപകടമാണോ? ഒരിക്കലുമല്ല. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമില്ലായ്മയും അല്ലെങ്കിൽ അലംഭാവവും അലസതയും വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതെയും കൊണ്ടുണ്ടായ വരുത്തിവെച്ച ഒരു അപകടം തന്നെയാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടിക്ക് പരിചയമില്ലെങ്കിൽ പോലും സംസ്ഥാന ഇൻ്റലിജൻസ് വൃത്തങ്ങൾക്കും ഇത്രയും ആളുകൾ കൂടുമെന്നുള്ള ഒരു ധാരണ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തികച്ചും വേദനാജനകമാണ്. റാലി സംഘടിപ്പിച്ച തമിഴക വെട്രിക്കഴകം തന്നെയാണ് ഈ ദുരന്തത്തിന് കാരണക്കാർ. വേണ്ടത്ര സുരക്ഷയില്ലാതെയും അപായകരമായ വിധത്തിലും റാലി നടത്താൻ അനുവദിച്ചവരുടെയും ആൾക്കൂട്ട നിയന്ത്രണത്തിന് ചുമതലയുള്ളവരുടെയും ഒക്കെ അനാസ്ഥയും കാണാതിരിക്കാൻ പാടില്ല. സംസ്ഥാന പാതയിൽ 10,000 പേർ പങ്കെടുക്കുന്ന പരിപാടിക്കാണ് അനുമതി ചോദിച്ചിരുന്നതെങ്കിലും അതിൻ്റെ പല മടങ്ങ് ആളുകൾ എത്തിയെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇത് കണ്ടെത്തുവാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിക്കുവാൻ തമിഴ്നാട്ടിലെ പോലീസ് ഇൻ്റലിജൻസ് വൃത്തങ്ങൾക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകം. കടുത്ത തിരക്കിൽ ശ്വാസം മുട്ടിയും ചവിട്ടേറ്റും നിർജ്ജലീകരണം മൂലവും റാലിയിൽ പലരും കുഴഞ്ഞു വീഴുകയായിരുന്നു. മരിച്ചവരിലേറെയും കുട്ടികളും സ്ത്രീകളുമാണ്. പ്രഖ്യാപിച്ചതിലും മണിക്കൂറുകൾ വൈകി മാത്രം വിജയി എത്തിയതാണ് ഈ ദുരന്തത്തിന് ഏറ്റവും ആഘാതം കൂട്ടിയത്. കാര്യമായ സംഘടനാ സംവിധാനങ്ങളൊന്നുമില്ലാത്ത TVK പാർട്ടിക്ക് വൻ ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരുക്കങ്ങൾ ഉണ്ടായില്ല എന്നത് നേരാണ്. TVK റാലികൾക്കെതിരെ നേരത്തെ മദ്രാസ് ഹൈക്കോടതി നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെട്ടെന്ന ആരോപണം വളരെ ഗൗരവമുള്ളതാണ്. റാലികളിൽ വൻ ജനക്കൂട്ടം എത്തുന്നതും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതും ചൂണ്ടിക്കാട്ടി പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ റാലികൾ തടയാനാണ് പോലീസിന്റെ ശ്രമമെന്ന് പറഞ്ഞ് ഇതിനെതിരെ TVK കോടതിയെ സമീപിച്ചിരുന്നു. റാലിയും പൊതുസമ്മേളനവും നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ മതിയായ സുരക്ഷാ ക്രമീകരണവും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തണമെന്നാണ് അപ്പോൾ കോടതി പറഞ്ഞത്. പ്രത്യേകിച്ചും കുട്ടികൾ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, മുതിർന്നവർ എന്നിവർക്കായി പ്രത്യേകം സൗകര്യം ഒരുക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും കരൂരിൽ പാലിക്കപ്പെട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിക്കിലും തിരക്കിലും പെട്ടുള്ള എത്രയോ ദുരന്തങ്ങൾ രാജ്യത്തുണ്ടായിട്ടും നാം ഇനിയും പാഠങ്ങൾ പഠിച്ചിട്ടില്ലെന്ന് വേണം കരൂർ ദുരന്തവും വിളിച്ചു പറയുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഒടുവിലത്തെ കണക്ക് പ്രകാരം 1996-നും 2022-നും ഇടയിൽ രാജ്യത്ത് ചെറുതും വലുതുമായ ഇത്തരം 3935 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3000-ലേറെ ആളുകൾ ഈ ദുരന്തങ്ങളിൽ മരിച്ചു. ഇതിനുശേഷവും സമാന ദുരന്തങ്ങൾ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം ഇതിനു മുമ്പുണ്ടായ വലിയ ദുരന്തം കഴിഞ്ഞ ജൂണിൽ ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെത്തിയ ക്രിക്കറ്റ് ആരാധകരുടെ തിക്കിലും തിരക്കിലും 11 മരണമുണ്ടായതാണ്. കഴിഞ്ഞ ജനുവരിയിൽ UPയിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ യഥാർത്ഥ കണക്ക് പോലും ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നതാണ് ആരോപണം. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഉത്തർപ്രദേശിലെ ഹാത്രസ് ജില്ലയിൽ പുൽറായ് ഗ്രാമത്തിലെ പ്രാർത്ഥനാ യോഗത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും 121 പേരാണ് മരിച്ചത്. വലിയ ആൾക്കൂട്ടം എത്തുന്ന പരിപാടികൾക്ക് മുമ്പ് അടിസ്ഥാന സുരക്ഷാ വിലയിരുത്തൽ ഉറപ്പാക്കണമെന്ന പാഠം മറക്കുന്നത് കൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുന്നത്. ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന പരിപാടികളിൽ എത്രത്തോളം ആളുകൾ പങ്കെടുക്കും, എത്ര പേരെ സ്ഥലത്ത് ഉൾക്കൊള്ളാനാവും, അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കാൻ പ്രത്യേക വഴികളുണ്ടോ, ആളുകൾ എങ്ങനെ അവിടെ എത്തും, അവരെ കൃത്യമായി നിയന്ത്രിച്ചു കടത്തിവിടാനുള്ള ക്രമീകരണം എന്ത് തുടങ്ങിയ ചോദ്യങ്ങൾ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. ഇത്തരം ദുരന്തങ്ങൾക്ക് ശേഷം കുറച്ച് ദിവസത്തെ അനുശോചനവും പ്രതിഷേധവും ഉണ്ടാകുന്നു. മുഖം രക്ഷിക്കാനുള്ള പതിവ് സർക്കാർ നടപടികളും ഉണ്ടാകുന്നു. അതിനപ്പുറത്ത് സ്ഥായിയായ, അതായത് സ്ഥിരമായ ഒരു പരിഹാര മാർഗങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ ഒരിക്കലും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണല്ലോ രാജ്യത്ത് ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് നടക്കുന്ന വലിയ പരിപാടികളിലെല്ലാം കുറ്റമറ്റ ആൾക്കൂട്ട നിയന്ത്രണം ഉണ്ടാവണമെന്ന മുന്നറിയിപ്പ് എല്ലാ കാലത്തും നമ്മുടെ മുന്നിൽ ഉണ്ടാവണമെന്ന് തന്നെയാണ് കരൂർ ദുരന്തവും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടും വിചാരമില്ലാതെയും സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കു വേണ്ടിയും ജനങ്ങളുടെ ജീവൻ കൊണ്ട് പന്താടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാവുകയും വേണം. വോട്ടിനേക്കാൾ വിലയുള്ളതാണ് ഓരോ മനുഷ്യജീവനും എന്നുള്ള യാഥാർത്ഥ്യം ഇവരൊക്കെ ഇനി എന്നാണ് മനസ്സിലാക്കുക? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.